പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് തൃശൂരിൽ തന്റെ വിജയം ഉറപ്പിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ. പ്രധാനമന്ത്രിക്ക് തന്നുള്ള വിശ്വാസം കാരണമാണ് തൃശൂരിലേക്ക് അദ്ദേഹം വരുന്നതെന്നും പത്മജ പറയുന്നു. കെ മുരളീധരൻ മന്ത്രിയാകുമെന്ന KC വേണുഗോപാലിന്റെ പരാമർശത്തോട് മുരളീധരനെ തോൽപ്പിക്കാതിരുന്ന മതിയെന്നായിരുന്നു പത്മജയുടെ പ്രതികരണം. തൃശ്ശൂരിൽ BJPക്ക് വലിയ ആത്മവിശ്വാസമാണിന്ന്. കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശ്ശൂരിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ BJP സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ 24-നൊപ്പം ചേരുകയാണ്. മേഡം, വലിയ ആത്മവിശ്വാസം കാണും. കാരണം ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തൃശ്ശൂരിലേക്ക് എത്തുകയാണ്. എങ്ങനെയാണ് ആ ഒരു പോസിറ്റീവ്നെസ്സിനെ കാണുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹം അത്രയും എന്നോടുള്ളൊരു വിശ്വാസവും പാർട്ടിയോടുള്ളൊരു വിശ്വാസവും വെച്ചിട്ടാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും ഇത്രയും തിരക്കുള്ളൊരു മനുഷ്യൻ നമുക്ക് വേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഇവിടെ പ്രവർത്തകരെക്കാളും കൂടുതൽ ഇത് സാധാരണ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. മോദിജി എന്ന് പറയുമ്പോൾ അവരുടെ ഒരു പിതാവിന്റെ മാതിരിയോ അല്ലെങ്കിൽ മൂത്തൊരു സഹോദരന്റെ മാതിരിയോ സ്ത്രീകൾ എന്നോട് സംസാരിക്കാറ്. അവരായിരിക്കും ഏറ്റവും സന്തോഷിക്കുക. ഒരു A ക്ലാസ് മണ്ഡലങ്ങളിൽ മുൻപ് തൃശ്ശൂർ വെച്ചിട്ടില്ല, പക്ഷേ ഇപ്പോൾ BJPയുടെ A ക്ലാസ് മണ്ഡലമായി മാറി. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവടക്കമുള്ള കാര്യങ്ങൾ. അത് ഏത് തരത്തിൽ ഗുണം ചെയ്യും? എത്രത്തോളമായിരിക്കും നമ്മുടെ സാധ്യത, വിജയസാധ്യത? തീർച്ചയായിട്ടും അദ്ദേഹം വരുമ്പോൾ വിജയസാധ്യത കൂടും. കാരണം ഇവിടെ എന്ന് പറഞ്ഞു, ശരിയാണ്, കോർപ്പറേഷനിൽ ഇത്തിരി വോട്ട് കുറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ ചെറിയൊരു ഇതും കാൻഡിഡേറ്റിനെ ഫിക്സ് ചെയ്തെടുത്ത തെറ്റ്. പിന്നെ കോർപ്പറേഷൻ ഇലക്ഷനും അസംബ്ലിയും വ്യത്യാസമുണ്ട്. നമ്മൾ ആ സ്ഥലത്ത് നിർത്തുന്ന നേതാവ് ജനകീയനല്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കുറവ് വരും. അത് BJPയുടെ വോട്ട് പോയി എന്നല്ല അർത്ഥം. തിരുവനന്തപുരത്ത് ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുണ്ട്. അതിലൊന്ന് വട്ടിയൂർക്കാവാണ്. സഹോദരൻ മത്സരിക്കുകയാണ്. ഇപ്പോൾ അവിടെ തന്നെ KC വേണുഗോപാൽ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് കെ മുരളീധരൻ MLA മാത്രമായിരിക്കില്ല എന്നുള്ളതാണ്. കോൺഗ്രസിന് അങ്ങനെ ഒരു ക്യാബിനറ്റ് വരെയും അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി, അതിനൊക്കെയുള്ള സാധ്യതകൾ കോൺഗ്രസ് അതൊക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? കോൺഗ്രസ് അല്ലേ, ഒന്നും ഉണ്ടാവില്ല. ഈ പറയണത് തന്നെയുള്ളൂ. അവസാനം ചവിട്ടി പുറത്താക്കാതിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ എനിക്ക്. അല്ലെങ്കിൽ തോപ്പിക്കാതിരുന്നാൽ മതി, അതാണ് നോക്കേണ്ടത്. അല്ലാണ്ട് അദ്ദേഹം ജയിച്ച് മന്ത്രിയാവോ ഇതാക്കെന്ന് പറയാൻ ഇവർക്കാർക്കും പറ്റില്ല. ആ സമയം കാലുമാറാൻ ഇത്രയും പറ്റുന്ന ഒരു പാർട്ടി. ഞാൻ അതിന്റെ കൂടെ നടന്നല്ലേ കുറെ കാലം. എനിക്ക് അവരുടെ സ്വഭാവം അറിയാം. എനിക്ക് ആ പറയണായിട്ടപ്പോൾ എനിക്ക് ചിരിയാ വന്ന്, സത്യം പറഞ്ഞു. കോൺഗ്രസിന് സ്വാഭാവികമായും ഇതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ചൊല്ലി വലിയ തർക്കം നടക്കുകയാണ്. അതിനെ എങ്ങനെയാ കാണുന്നത്? അതാ ഞാൻ പറഞ്ഞ, ഒരു സ്വന്തം മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെ വരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ആളുകൾ എങ്ങനെയാണ് കേരളത്തിനെ ഒന്നിച്ചു കൊണ്ടുപോവുക? നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. കയറി അടി തുടങ്ങും, പിന്നെ കയറുന്നതിന് മുമ്പ് തന്നെ അടിപ്പണിയും തുടങ്ങും. അതടക്കമുള്ള ഈ എതിർപ്പാളയത്തിലെ വിഷയങ്ങൾ BJPക്ക് കേരളം മുഴുവൻ ഗുണം ചെയ്യും. തീർച്ചയായിട്ടും. ഇപ്പൊ കോൺഗ്രസ് 100 സീറ്റിൽ നിന്നൊക്കെ ഇപ്പൊ ഇറങ്ങിയല്ലോ, അവരെന്നെ ഇറങ്ങി താഴത്തേക്ക്. അവർക്ക് തന്നെ മനസ്സിലായി അവരുടെ ഉള്ളിലത്തെ പ്രശ്നങ്ങൾ അവർക്ക് തീർക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം കെ സുധാകരനെ മാതിരിയുള്ളൊരു നേതാവിനെയൊക്കെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തെ വേദനിപ്പിച്ചാൽ, അദ്ദേഹത്തിന് പ്രായക്കത്രയായി, എന്തുകൊണ്ട് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കായിരുന്നു അവർക്ക്? അത് കൊടുത്തില്ലെങ്കിൽ എത്ര ആൾക്കാർക്ക് അത് വേദനിച്ചിട്ടുണ്ടാവും. ഞാൻ എന്റെ പിതാവിന്റെ കൂടെ DIC-ലൊന്നും പോയിട്ടില്ല. അന്നും കോൺഗ്രസിൽ ഉറച്ചു നിന്നു. എനിക്കെന്ത് കിട്ടി? കുറച്ച് പാർട്ടി പോസ്റ്റ് ഇങ്ങനെ തരും, പിന്നെ ഇലക്ഷൻ നിന്നാൽ നിർബന്ധമായിട്ട് തോപ്പിക്കും. അത് പെണ്ണുങ്ങളെ മൊത്തം തോപ്പിക്കും കേട്ടോ. അത് പെണ്ണുങ്ങൾ അങ്ങനെ വരണ്ട, നല്ലൊരു ആറ്റിറ്റ്യൂഡാ. അല്ലെങ്കിൽ ലതിക സുഭാഷിനെയൊക്കെ കൊണ്ട് VS അച്യുതാനന്ദനെ എതിരിടും. എന്താ ഒരാണ് മത്സരിക്കാൻ ധൈര്യപ്പെടാത്തവിടെ? കൾച്ചറാണോ ഈ സ്ത്രീകൾ നിന്നാൽ തോൽപ്പിക്കുമെന്നുള്ളത്? ആണ്. അതായത് ഒരു ലിസ്റ്റ് എഴുതുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പാർട്ടിയുടെ എഴുതുമ്പോൾ, ഇതൊന്നും കൊടുക്കണ്ട, ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റില്ല, ഇങ്ങനെ പറഞ്ഞു വന്ന അവസാനം ആരെങ്കിലും ഇടപെട്ടാൽ 1-2 പെണ്ണുങ്ങൾ വരും. അതന്നെ. എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പത്മജ വേണുഗോപാലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം തൃശ്ശൂരിലേക്ക് എത്തുന്നതിന്റെ വലിയ ആത്മവിശ്വാസം BJP ക്യാമ്പിനുണ്ട്. ക്യാമറമാൻ അഭിലാഷ് ചുഴങ്കോടിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.